ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാനായിട്ട് പോയത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിലെ മെയിൻ്റെനൻസ് പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. ഇന്നിപ്പോൾ രാവിലെ നമസ്കരിക്കാൻ എണീറ്റ് നമസ്കാരം എല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ വോയിസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. 8 മണിയാകുമ്പോൾ അപ്പുറത്ത് ജോലിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കുന്നതോ പിന്നെ അല്ലെങ്കിൽ നമുക്ക് വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഡ്രില്ലിങ് മെഷീൻ്റെ ഇരപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാരണം നമുക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ദേ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുക്കുകയാണ് കേട്ടോ. ഇവിടെ 3 പോണി അരിയാണ് കേട്ടോ ഇടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും ചോറ് കഴിക്കുന്നവരാണ്. വൈകുന്നേരം വാപ്പ ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ ദോശയോ പുട്ടോ എന്തെങ്കിലും കഴിച്ചിരുന്നാലും വാപ്പാക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചോറ് വേണം. അതുകൊണ്ടാണ് കേട്ടോ ചോറ് 3 പോണി ഇട്ടത്. അപ്പോൾ ദേ അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ടേ. ഇന്ന് മീൻ കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് വേറെ എന്തെങ്കിലും നമുക്ക് കറി വെക്കണം. അപ്പോൾ പച്ചക്കറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്കറി ഒന്നും ഇരിപ്പില്ല. അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ആക്കി എടുക്കാനേ പറ്റും. അപ്പോൾ ചമ്മന്തി അരയ്ക്കാമെന്ന് മുന്നേ തന്നെ ഉമ്മ പറഞ്ഞിട്ടോ, മാങ്ങ വെച്ചിട്ട് മാങ്ങ ചമ്മന്തി അരയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചക്ക നമ്മുടെ നിന്ന് തന്നെ കിട്ടി കേട്ടോ. അധികം ചുളയൊന്നുമില്ല. നമ്മുടെ ചക്ക നമ്മുടെ പ്ലാവിന് പ്രത്യേകതയുണ്ട്. അതിലുണ്ടാകുന്ന ചക്കയ്ക്ക് ഭയങ്കര ചവിണിയായിരിക്കും കേട്ടോ, ചുള കാണത്തില്ല, അങ്ങനത്തെ ചക്കയാണ്. അപ്പോൾ എരിശ്ശേരി വെക്കുന്ന പരുവത്തിലായ ചക്കയാണ്. ചെറിയൊരു മധുരത്തിൻ്റെതുണ്ട്, നല്ല വിളഞ്ഞ് വന്ന ഒരു ചക്കയാണ്. അപ്പോൾ ചെറിയൊരു മധുരം കാണുമല്ലോ, ആ ഒരു ചക്കയാണ്. അപ്പോൾ എരിശ്ശേരിക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ചമ്മന്തി ഉണ്ട്, സോയ കുറച്ചിരിപ്പുണ്ട്, അത് വെള്ളത്തിലിട്ട് വെക്കാം. അങ്ങനെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തലേന്ന് വൈകുന്നേരം നമുക്ക് ലൈൻ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നേ. അത് ഭയങ്കര ഒരു സന്തോഷം ഒരു ആശ്വാസമൊക്കെയാണ് കേട്ടോ. ലൈൻ പൈപ്പ് നമ്മളിങ്ങനെ കാത്തിരിക്കുകയല്ലേ വെള്ളത്തിന് വേണ്ടിയിട്ട്. കുറച്ച് കുന്നും പ്രദേശം ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കയറി വരുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഭയങ്കര സംശയമായിരുന്നേ. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം കിട്ടും. പിന്നെ വെള്ളം കിട്ടാത്ത ആളുകളും ഉണ്ട് കേട്ടോ. പൈപ്പ് ലൈനൊക്കെ വെച്ചിട്ടും വെള്ളം കയറിപ്പോവാതെ കണക്ഷൻ കൊടുക്കുന്നതല്ല, അല്ലാണ്ട് വെള്ളം കിട്ടാതെ തന്നെ ഇരിക്കുന്നവരുണ്ട്. ഒത്തിരി കുറച്ചും കൂടെയൊക്കെ ഉയരത്തിലുള്ളവർക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെയും കൂടെയൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മെനഞ്ഞാന്ന് ടെസ്റ്റ് അടിച്ചപ്പോഴത്തേക്കും നമുക്ക് വെള്ളം കിട്ടി. നല്ല വെള്ളമല്ല കേട്ടോ, നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വെള്ളമൊക്കെ തുറന്നു വിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസമൊക്കെ വെച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിപ്പം ടെസ്റ്റ് അടിച്ചപ്പോഴത്തേക്കും ആ വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ പന്നെ കലങ്ങി വേറൊരു കളറൊക്കെ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. പൈപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിക്കേണ്ട, ആ വെള്ളമൊക്കെ ചെടിക്കൊക്കെ ഒഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ആ ഒരു ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത്. വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ ഇത്. ഈ പ്രദേശത്തെ ആൾക്കാർക്കുള്ള സന്തോഷം കണ്ടപ്പോഴത്തേക്കും വൈശാലി സിനിമയിൽ മഴ പെയ്യാൻ കാത്തിരുന്നിട്ട് മഴ പെയ്യത്തില്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ ഇവിടെ ഉള്ളവർക്കെല്ലാം. വെള്ളം വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര സംശയമായിരുന്നു നമുക്ക്. വെള്ളം കിട്ടത്തില്ലായിരിക്കും, കാരണം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ. തൊട്ടടുത്തൊന്നും നമുക്ക് കിണറൊന്നുമില്ല പോയി വെള്ളം കോരാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ എല്ലാ കിണറും പറ്റും. എല്ലാം പിന്നെ പുറത്തുനിന്ന് മേടിക്കണം, അല്ലെങ്കിൽ നല്ല ഉണക്കാവത്തില്ലേ. അങ്ങ് മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും പഞ്ചായത്തിൽ നിന്ന് വണ്ടി വെള്ളം കൊണ്ടുവരും കേട്ടോ. അല്ലാണ്ട് അതുവരെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വണ്ടി വെള്ളം കൊണ്ടുവന്നിരുന്നാലും ആഴ്ചയിൽ ഒരു ദിവസവും കാണാൻ വരത്തേ ഉള്ളൂ. അങ്ങനെ അപ്പം വലിയ പാടല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോഴത്തേക്കും വലിയ സന്തോഷം. ആഴ്ച 2 ദിവസമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ദേ നമുക്ക് ഇന്നും കുറച്ച് ചെടികൾ കിട്ടി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതെ ഈ ചെടി ഉണ്ടല്ലോ, ഈ ഒരു ഗ്രീനും ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ചെടി. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വൈകുന്നേരം നടാമെന്ന് വിചാരിച്ചു. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടതിന് ശേഷം അതേ മുറ്റം അടിക്കാനായിട്ട് പോകുവാണ്. ഈ ഒരു വശം നമ്മുടെ വീടിന് പുറകു വശമാണ്. ഇവിടെയാണ് നമ്മൾ ആത്തക്ക ഉണ്ടല്ലോ, ആത്തച്ചക്കയൊക്കെ നിൽക്കുന്നത്. നമുക്ക് കിട്ടാറൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കുരങ്ങാനോ അല്ലെങ്കിൽ വല്ല കിളികളോ ഒക്കെ പഴുത്ത് പോകുമ്പോൾ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റത്തില്ല, തോട്ടിയിട്ടിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ തണ്ടിന് നല്ല കട്ടിയല്ലേ, അതുകൊണ്ട് നമ്മൾ തോട്ടിയിട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ തറയിൽ വീഴും. നല്ല പഴുത്തായിരിക്കും നിൽക്കുന്നത്. നമുക്ക് അപ്പോഴത്തേക്കും തറയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റത്തില്ല കേട്ടോ, ചെതറി അങ്ങ് പോകത്തേ ഉള്ളൂ. അപ്പോൾ വിളഞ്ഞത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ്. താഴെ ഒരു ഏറ്റവും താഴ്ന്നൊക്കെ നിൽക്കുന്നതൊക്കെ നമ്മൾ എടുക്കും, അല്ലാണ്ടൊക്കെ നിൽക്കുന്നത് പോകും കേട്ടോ. എല്ലാം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം ഇങ്ങനെ ചീഞ്ഞ് തറയിൽ വീണതും കാക്ക കുത്തിയിട്ടതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു, നാശമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ സത്യത്തിൽ അവിടെ. അപ്പോൾ അവിടെ അങ്ങനെ നമ്മളെങ്ങനെ കാറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ മുറ്റം അടിക്കാൻ ചിലപ്പോൾ നിൽക്കാറില്ല, അവിടെ കിടക്കട്ടെ എന്ന് വെക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ മഹാവൃത്തികേടായി കിടക്കുന്നു, ഈച്ചയൊക്കെ കയറിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. നല്ല പൊടിയുണ്ട്, ചെറിയ കാറ്റും ഉണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഒരു 9 മണിയൊക്കെ ആകുമ്പം തന്നെ നല്ല ചൂടാണ് വെയിലിന്.
അപ്പോൾ അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, നല്ല തീ പോലുള്ള വെയിലാണ് കേട്ടോ. അപ്പോൾ കറി വെക്കാനായിട്ട് മീനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പറമ്പിൽ തന്നെ വട്ടം ചുറ്റി നടന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. ഞാൻ കറിവേപ്പില വിൽക്കാനായിട്ട് വന്നതാട്ടോ. അപ്പോഴത്തേക്കും മുരിങ്ങയില നിൽക്കുന്നേ. മുരിങ്ങയില മേളിൽ, അതായത് ഏറ്റവും മുകളിലൊന്നും ഇലകളൊന്നും ഇല്ല കേട്ടോ. എന്നാൽ അടിഭാഗത്തെല്ലാം ഇലകളുണ്ട്, പക്ഷെ അതിലെല്ലാം പൂവിട്ട് നിൽക്കുകയാണേ, പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. അതിലുള്ള മുരിങ്ങയൊക്കെ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും പുറകിൽ നിന്നൊരു വിളി വന്നിട്ടുണ്ട്, ഒരു അശരീരി കേട്ട് കേട്ടോ. അത് മൊത്തം പൂത്തിരിക്കുക, അതൊന്നും പറിച്ചെടുത്തുകൊണ്ട് വരരുതെന്ന്. അപ്പോൾ ഉള്ളതും കിട്ടിയത് കൊണ്ട് ഞാനിങ്ങ് വന്നു കേട്ടോ. ചക്ക ഈ ഇതാണ് കേട്ടോ, നല്ലൊരു ചെറിയൊരു മധുരമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് ചക്കക്കുരും കൂടെ ഇട്ട് എരിശ്ശേരിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയ ഉണ്ടല്ലോ, അതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് 2-3 വെള്ളം ഒന്ന് കഴുകി അത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പം മസാലകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാല കേട്ടോ സോയ ഫ്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് ബീഫൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കത്തില്ല, അതുപോലെ ഇരിക്കും കേട്ടോ. സോയാന്ന് അറിയത്തേ ഇല്ല. ഒത്തിരി മുന്നേ നമ്മൾ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ച് മുരിങ്ങയില തോരനും വെച്ചിട്ടുണ്ടായിരുന്നു. സോയ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ചക്ക എരിശ്ശേരിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തിയും കൂടെ അരച്ച് കേട്ടോ. മാങ്ങാ ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കി വെക്കണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്കൊരു 45 പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പുതിയ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ടാറ്റാ.